ഒരൽപ്പം മനുഷ്യന് നിത്യമുറക്കത്തിൽ പാതി കഴിയുന്നു, ബാക്കി പകുതിയിൽ എന്തെല്ലാം ചെയ്യണം. ഹാക്കിമോരോവൻ നീ എന്നെ തുണക്കേണം. ളുൽമിന്റെ ചീത്ത പഴമാണി ലോകത്ത്, ഇൽമിന്റെ ഈത്ത പഴമാണൻ ഹാജത്ത്. പി.ടി. ഒരു സൂഫി തരത്തിലാണ് പാട്ട് എഴുതിയിരുന്നത്. നിങ്ങളെ അടുത്ത നാട്ടുകാരനല്ലേ എ വി പാടിയില്ലേ? കെ.ടി. മുഹമ്മദ് എന്ന സാധാരണക്കാരൻ എഴുതിയ പാട്ടാണ്. എന്തിലും നസീബ്, എത്രയും പാപി ഖരീബ്, സ്വന്തമില്ലാരും കനീവ്, സ്വത്തതും മക്കൾ കഴിവ്. ഇല്ല കക്ഷി ഞാനേ, കഴിവക്ഷകൻ നീയാണേ. കൂറുവാനോരുക്കമായേ, കൂരയും ഞേരുക്കമായേ, നിത്യബേജാറെന്നിലായി. ഇതൊക്കെ നമ്മൾ കൊണ്ടു നടന്ന പാട്ടുകളാണ്. ആ കാലഘട്ടത്തേക്കാൾ ഇപ്പൊ ഇതൊക്കെ ആസ്വദിക്കപ്പെടുന്നുണ്ട് വേറൊരു തരത്തിൽ. കോളങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഒരു കാലമാണെങ്കിലും ഗൗരവമായ ചർച്ചകൾ ഇപ്പോഴും പാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യമാണ്. ഞാൻ ഈ കാലത്തേക്കൊന്നും കുറ്റം പറയുന്ന ആളല്ല. രണ്ടും രണ്ടു വഴിക്ക് പോകുന്നുണ്ട്, സമാന്തരമായി പോകുന്നുണ്ട്. ഗൗരവമായ പാട്ടിനെ കുറിച്ചുള്ള ആലോചനകളും അല്ലാതെയുള്ള കാര്യങ്ങളും പോകുന്നുണ്ട്. ചരിത്രം നമ്മൾ പഠിച്ചപ്പോൾ പ്രവാചകനെ കുറിച്ച് റസൂൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് എത്ര മനോഹരമായ പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളിങ്ങനെ ഈ സാധാരണ കേൾക്കുന്ന പാട്ടിലപ്പുറം ഒരു പാട്ട് കേട്ട് അതിൻ്റെ വരികളുടെ ആസ്വാദനം അറബികൾക്ക് കേൾക്കണമെന്നുറച്ച് മലയാളത്തിൽ പ്രസിദ്ധമായ ഒരു പാട്ട് അറബിയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. കാനേഷ് പൂനൂർ എന്ന ഈ കവി എഴുതിയ പാട്ട് റസൂലിന്റെ കാലത്ത് ഒരു സഹാബിയായി ജീവിക്കാനുള്ള അഹങ്കാരമൊന്നും പറയുന്നില്ല. അന്ന് ഒരു മണൽത്തരിയായി എന്നെ ജനിപ്പിച്ചാൽ, ഒരു മണൽ തനിയായി മക്ക തന്നിൽ അന്നു കഴിഞ്ഞെങ്കിലെത്ര ഭേദം. ആ പാദസ്പർശത്തിൻ ജന്മങ്ങൾ തൻ സായൂജ്യം നൊട്ടി നുണഞ്ഞേനേ ഞാൻ. മുത്തിനെ വീട്ടുമുറ്റത്തൊരു മുന്തിരി വള്ളിപ്പടർപ്പായെങ്കിൽ നിത്യവും ആദേഹം മുത്തും തന്നൽ എന്നെയും തടുകി തെഴുപ്പിച്ചേനേ. റസൂലിന്റെ വീട്ടുമുറ്റത്തൊരു മുന്തിരിയുടെ വള്ളി, അതിന്റെ പടർപ്പായി എന്നെ ജനിപ്പിച്ചെങ്കിൽ റസൂലിനെ തഴുകുന്ന കാറ്റെന്നെ തഴുകുമായിരുന്നു. ഒരു മണൽ തരിയായിരുന്നെങ്കിൽ റസൂലിന്റെ തിരുപാദസ്പർശമേറ്റ് എനിക്ക് പുളകമണിയാമായിരുന്നു. ഒട്ടേറെ ദൂരം നടക്കാനൊക്കും ഒട്ടകമായി പിറന്നുവെങ്കിൽ താമര തോൽക്കുന്ന ത്വാഹാതന്റെ തളിർമേനി തോളിൽ വഹിച്ചേനേ ഞാൻ. ഭാരം വഹിച്ചു തളർന്നേനേ ഞാൻ, ബദറിൽ ശരങ്ങൾ തടുത്തേനേ ഞാൻ. ഒട്ടകമായി ജനിപ്പിച്ച് അങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് റസൂലിന്റെ തിരു ശരീരം ചുമക്കാമായിരുന്നു. അങ്ങനെ ഞാൻ തളർന്നാലും ബദറിലെ ശരങ്ങൾ എനിക്ക് തടുക്കാമായിരുന്നു. 14 നൂറ്റാണ്ട് പിമ്പെന്തിന് പാരിൽ ഞാൻ പാപി പിറന്നു വീണു. പുണ്യ റസൂലിന്റെ പദ പങ്കജം പതിയാത്ത മണ്ണിൽ പിറന്നു വീണു. ഇങ്ങനെ എത്ര പാട്ടുകളുണ്ട്. മക്കാ മണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ഞാൻ അതൊന്നും പറയുന്നില്ല. ഒരുപാട് ആളുകൾ പാട്ട് എഴുതിയിട്ടുണ്ട്. ഹക്കിലും ഹക്കായ ഹക്കല്ലേ, ഈ 2 വരിയിലാണ്. ഹക്കിലും ഹക്കായ ഹക്കല്ലേ, ശോകാന്തം നീക്കും മുഷസ്സല്ലേ, മാനവ സംസ്കാര സംശുദ്ധ സിദ്ധാന്തം ലോകത്തിനേകിയ കാതൃകത്വം റസൂലിന്റെ. ഞാനങ്ങനെ ഓരോന്നായിട്ട് പറയുന്നില്ല. പ്രവാചക പ്രകീർത്തനങ്ങളുടെ വലിയൊരു ലോകം. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ. ഇപ്പൊ ചരിത്രം നമ്മൾ പഠിച്ചില്ലേ, മഹാന്മാരായ പ്രവാചകന്മാരെ കുറിച്ചൊക്കെ, ചരിത്ര പുരുഷന്മാരെ കുറിച്ച്. യൂസുഫ് കിസപ്പാട്ടിലെ ഉരയും നന്നാഖീകളെ ഭരിത്താലൻ കാഫനിന്ന് ഉള്ളേ ഈ ഖാമീസുങ്കൾ എടുത്തിടല്ലേ. ലക്ഷദ്വീപുകാരനായ എ.ഐ. മുത്തുക്കോയ തങ്ങളെ പ്രിയപ്പെട്ട നഹ്മത്തുള്ള അവിടെ ഉണ്ട്. അദ്ദേഹം കടമത്ത് ദ്വീപുകാരനാണ്. അവരെ നാട്ടിലും ഈ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. ഒരുപാട് ഇപ്പൊ മഹർഗീസ് പാട്ട് പോലെയുള്ള പാട്ടുകൾ, ഇപ്പോഴും ഒരുപാട് പാട്ടുകളെ കുറിച്ചുള്ള ഗവേഷണത്തിലാണ് അവരൊക്കെ. അപ്പോൾ യൂസുഫ് കിസ്സ പോലെയുള്ള പാട്ടുകൾ, മക്കം ഫത്ഹ്, നമ്മുടെ ഈ താനൂരിന്റെ മണ്ണിൽ പിറന്ന എല്ലാം അവർ ചരിത്രമാക്കി നമ്മുടെ മുന്നിൽ. ഇബ്രാഹിമിനും അദ്ദേഹം എന്ന പുണ്യപുരുഷനെ കുറിച്ച് നമ്മൾ ആരും മദ്രസയിലോ സ്കൂളിലൊന്നും പഠിച്ചതല്ല. ഈ പാട്ടുകളെ രംഗത്ത് കൊണ്ടുവന്നത്. പാപവാനോടപ്പോ ജവാബ് മാകേനീലേ അരുമക്കാനിയേ നാം
കാണും ഖിയാമം നാളെ സബിജോതി താഹീറം തന്നിലെല്ലാരും കൂടും. ശരിക്കും നമ്മൾ അറിയേണ്ട ഒരു ചരിത്രമാണിത്. ഇപ്പൊ നമുക്ക് സിദ്ധാർത്ഥ രാജകുമാരന്റെ ചരിത്രമൊക്കെ പഠിച്ച് നമ്മുടെ ഇങ്ങനെ ഒരു സൂഫിയായ ഒരു പുണ്യപുരുഷനെ കുറിച്ച് അറിയേണ്ടതുണ്ട്. അതിന് ഓരോ സന്ദർഭങ്ങൾക്കനുസരിച്ച് പാട്ടുണ്ടായിരുന്നു. മകനെ ഗർഭിണിയാവുമ്പോൾ ഇദ്ദേഹം ഈ ഭൗതിക സുഖങ്ങളൊക്കെ ഉപേക്ഷിച്ചു പോവുകയാണ്. മകൻ വളർന്ന് രാജാവായപ്പം ബാപ്പാനെ കുറിച്ച് അദ്ദേഹമിന്റെ കുറിച്ച് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പറയാണ്. ആ സമയത്താണ് ബാപ്പയെ അന്വേഷിച്ചും മകനും പോവുകയാണ്. ഇപ്പൊ തരണം പീതാവോരെ ഉങ്ങളോടികേ താലത്തീലാരും എനിക്കില്ലല്ലോ ഭരണത്താലേറ്റം നീഴ്മത്തുണ്ടെന്നാലും ബാവായെ എനിക്ക് സുഖമില്ലല്ലോ. എനിക്ക് ഭരണത്തിന്റെ അനുഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങളിൻ്റെ കൂടെ അല്ലല്ലോ. മടങ്ങി വരണമെന്ന് പറയുമ്പം ബാപ്പ മകനോട് പറയുന്നതാണ്, അബുബാനോടപ്പോൾ ജവാബ് മകനികളെ ഞാൻ വരില്ല, നമുക്ക് നാളെ മഹിഷറിൽ വെച്ച് കാണാമെന്ന് പറയാണ്. ഈ ചരിത്രമൊക്കെ നമ്മുടെ പാട്ടുകളാണ് പഠിപ്പിച്ചത്. നിങ്ങളെയൊക്കെ ഈ പ്രദേശത്തിന്റെ ഇപ്പോൾ പൊന്നാനി വെളിയങ്കോട് പ്രിയപ്പെട്ട പോർച്ചുഗീസുകാരോട് സമരം ചെയ്ത് രക്തസാക്ഷിയായ ഷഹീദായ മാനാത്ത് വീട്ടിൽ കുഞ്ഞിമരക്കാരന്റെ ചരിത്രം മലയാളിക്ക് പഠിപ്പിച്ചു കൊടുത്തത് കുനിയിൽ ഇമ്പിച്ചിക്കോയ തങ്ങളുടെ പ്രസിദ്ധമായ അത്ഭുതരത്നമാല എന്ന് പറയുന്ന പാട്ടുകൃതിയാണ്. ഒരു വലിയ മാനാത്ത് വീട്ടിൽ കുഞ്ഞിമരക്കാർ ഷഹീദിന്റെ കഥ ഒരു പാട്ടുകൃതിയാണ് നമ്മെ പഠിപ്പിച്ചത്. മഹാന്മാരപ്പം സാധാരണ മലയാളത്തിൽ എത്ര പാണ്ട് ഈ ബിലാഹായ പുരാനോട് ഈരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി. അല്ലേ, ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ത്യാഗനിർഭരമായ ചരിത്രമൊക്കെ നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ലേ? നൽകിയോരോമന കുഞ്ഞിനു നറുമണമുള്ളൊരു പൂവിന് തുല്യം നലവേർ നബി മുത്ത് മണത്ത് വളർത്തി വരും നാളിൽ കണ്ടൊരു സ്വപ്നത്തിൽ കിടുകിട ഞെട്ടി വിറച്ചു ഖലീലുള്ളാഹ് ഇബ്രാഹിം നബിറയോനിൽ. എത്ര പാട്ടുകളാണ്! ആകാശഭൂമിക്കധിപതിയായ അള്ളാഹുവിൻ്റെ കുതിരത്തിനാലെ ഇബ്രാഹിം എന്ന നബിയോടൊരാജ്ഞ. ഞാൻ പാടുന്നില്ല, എസ് എ ജമീൽ എഴുതിയിട്ടുണ്ട്. ദാനധർമ്മ പ്രാർത്ഥന വ്രതങ്ങൾ അനുഷ്ഠിച്ചു വൃദ്ധ ദമ്പതികൾ ഒരു കുഞ്ഞിനു പല നാൾ ദശാബ്ദങ്ങൾ 8-9 കഴിഞ്ഞൊരാ ദാമ്പത്യ വല്ലരി പൂത്ത അവസാനമൊരു നാൾ, വല്ലരി പൂത്ത അവസാനമൊരു നാൾ. എത്രയോ പാട്ടുകളുണ്ടായിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ നമ്മളൊക്കെ ആഘോഷിക്കുന്നത്, ഞാൻ പല വേദികളും ചെല്ലുമ്പോൾ കുട്ടികൾ ഡാൻസ് ചെയ്യുന്നൊരു പാട്ടുണ്ട്. അമവിയ ഭരണകാലഘട്ടത്തിലെ ഉമർ ബിൻ അബ്ദുൽ അസീസിനെ കുറിച്ചുള്ള ഇപ്പോൾ നീതിമാനായ ഒരു ഭരണാധികാരിയെ കുറിച്ച് പാടുകയാണ്. എനിക്ക് ഈ ഇലക്ഷനിലൊക്കെ വരുമ്പോൾ ആളുകൾ സ്ഥാനാർത്ഥിയെ കുറിച്ചൊക്കെ എന്നെ പാട്ട് എഴുതാറുണ്ട്. ശരിക്കും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ പാട്ട് ഇങ്ങനെ വെച്ചാൽ മതി. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി പ്രിയപ്പെട്ട പത്നിയോട് ചോദിക്കുകയാണ്, നിന്റെ കയ്യിൽ വലിയ പൈസയുണ്ടോ? അപ്പൊ ഭാര്യ ചോദിക്കുക, രാജ്ഞി ചോദിക്കുക, അങ്ങാര് എന്നറിയില്ലേ, നിങ്ങളീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും നാലണയില്ല യാചകരായെന്നോ പ്രാണസഖി നന്നായി അറിയാം ഞാൻ ഇന്നാട്ടിൽ അമീറാണെന്ന്, എന്നാലും എൻ്റെതായൊരു ദിർഹമുമില്ല പ്രിയേ. ഞാൻ ഭരണാധികാരിയൊക്കെ ആണ്, പക്ഷെ എൻ്റെ ഒരു പൈസ ഇല്ല. ഉണ്ടോ സഖി ഒരു കുല മുന്തിരി വാങ്ങിടുവാനായി 4 അണ കയ്യിൽ. ഈ അടുത്ത കാലത്ത് ഇത് പുതുതായിട്ട് പാടി വൈറലായില്ല ഈ പാടി. ഇതിലൊരു വരിയുണ്ട്, അമവിയ രാജകുമാരൻ സുഖലോലുപനാം ഇബ്നുൽ അസീസും അധികാരം കൈവന്നപ്പോൾ ഫക്കീറായി മാറി. ഇലക്ഷനിൽ ഈ പാടി വരി കേട്ടാൽ മതി. അധികാരം കൈവന്നപ്പോൾ ഫക്കീറായി മായ ഭരണാധികാരികൾ എത്ര നമ്മുടെ ഇടയിലുണ്ട്, ജനങ്ങളുടെ പണം കൈയിട്ട് വാരുന്നവർ എത്രയുണ്ടെന്ന് അന്നേരം മനസ്സിലാവും. ഈ പാട്ടുകാരൊക്കെ ഈ കാര്യങ്ങൾ ചെയ്തത് മുൻകൂട്ടിയാണ്, കാലയെ കൂട്ടി ദീർഘവീക്ഷണമുള്ള ആളുകളാണ് അവർ. ഞാൻ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഈ എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ ജീവിതം മുന്നോട്ട് നയിക്കണമെന്നും, ഇപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു പ്രശ്നം മനുഷ്യന് ഇപ്പോൾ പൈസ ഉണ്ടാക്കുകയാണ്. പൈസ എങ്ങനെയും ചിലവഴിക്കുകയും ചെയ്യും. നമ്മൾ ഈ പലിശയ്ക്കൊന്നും ആരും കൊടുക്കാറും വാങ്ങാറില്ല. ലാഭം എന്ന് പേര് മാറ്റും, കൈക്കൂലിക്ക് കമ്മീഷൻ എന്ന് പേര് മാറ്റും. ഇതൊക്കെ റബ്ബ് കാണുന്നുണ്ടെന്ന് ആലോചിച്ചാൽ മതി. പേര് മാറ്റിയാലൊക്കെ അവിടെ അത് പരിഹരിക്കപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, ഈ ഇപ്പോൾ അടുത്ത് നമ്മൾ ഈ പണത്തിൻ്റെ കൊഴുപ്പിൽ നമ്മൾ കാട്ടിക്കൂട്ടുന്ന ചില കാര്യങ്ങൾ. ഞാനൊരു മലപ്പുറം ജില്ലയിൽ ഒരു കല്യാണത്തിന് ചെന്നു.
ആ കല്യാണത്തിൽ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ലോകത്തുള്ള സർവ്വ വിഭവങ്ങളും അവിടെയുണ്ട്. അപ്പോൾ എന്നോട് ആ കല്യാണ വീട്ടിലെ ആൾ പറഞ്ഞു, സാർ നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ പൂളയോ കഞ്ഞിയോ ഒന്നും കഴിക്കാൻ നിൽക്കണ്ട, ലോകത്ത് നിങ്ങൾ കാണാത്ത ഭക്ഷണം ഇവിടെ ഉണ്ട്, എല്ലാ രാജ്യങ്ങളുടെ ഇതുണ്ട്. നിങ്ങൾ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഞങ്ങൾ 2000 റുപ്യ ഒരു പ്ലേറ്റിന് കൊടുക്കണം. ഒരു 5-6 വർഷം മുമ്പ് നടന്നൊരു കല്യാണമാണ്. അപ്പോൾ ഞാൻ അന്തം വിട്ടു. ഞാൻ എൻ്റെ വാഹനത്തിൻ്റെ ഡ്രൈവറോട് പറഞ്ഞു, നമ്മളുണ്ടാവും 4000 റുപ്യക്ക് ഭക്ഷണം കഴിക്കാൻ പോകണം. എൻ്റെയൊക്കെ പുരയിലെ 10000 റുപ്യ മതി ഒരു മാസത്തേക്ക്. ഞങ്ങൾക്ക് ചെറിയ കുടുംബമാണ്, എങ്ങനെ കല്യാണം നടത്തണമെന്ന് നമ്മോട് പറഞ്ഞിട്ടില്ലേ? അപ്പം ഞാൻ ചിന്തിച്ചു, പണ്ട് ബാബുക്കാവാടി ഒരു പാട്ടുണ്ട്, PM കാസിം എഴുതിയ, മാതാവില്ല പുള്ളിപ്പട്ട് തുണിയുമില്ല, മുട്ടില്ല വിളിയില്ല കളിയുമില്ല, ഒപ്പനയില്ല കൈമുട്ടില്ല ചിരിയുമില്ല, കൽബിന്റെ മുട്ടും തട്ടും അല്ലാതെയില്ല. മാതാവ് പഴയ കാലത്ത് ആഡംബര വസ്ത്രമാണ്, പുള്ളിപ്പട്ടില്ല, തുണിയില്ല, ഒപ്പനയില്ല. നമുക്കിപ്പോൾ കല്യാണത്തിന് ശങ്കർ മഹാദേവന്റെ ഗാനമേളുള്ള കല്യാണത്തിൽ ഞാൻ 45 ലക്ഷം റുപ്യാണ് 5 കൊല്ലം മുമ്പ് ഞാൻ കണ്ടതാണ്. ഒരു മുസ്ലിം പ്രമാണിയുടെ കല്യാണമാണ്, ശങ്കർ മഹാദേവന്റെ ഈ ഗാനമേള. ഞാനതിനെ പോയി. ഇപ്പോൾ ഇതിനൊക്കെ നമ്മളെ ഈ കാലഘട്ടത്തോട് ഇവർ സംസാരിച്ചു. ഇതിലൊരു വരിയുണ്ട്, കൽബിന്റെ മുട്ടും തട്ടും അല്ലാതെയില്ല. അവസാനം പറയാണ്, അലിയാരെ കല്യാണ പുതുമ ചൊല്ലാം, മലർമുത്ത് ഫാത്തിമത്തിൻ കല്യാണമേ കല്യാണമേ. ഇങ്ങനെയൊക്കെ മാതൃകയായി കല്യാണം നടത്തിയ മഹാന്മാരായ ആളുകളെ അനുസരിക്കേണ്ട ഒരു സമൂഹം. ഇപ്പൊ പഴയകാലത്ത് ഉപദേശ ഗാനങ്ങളെ കൊണ്ട്, പാതിരയോളമുറക്കമൊഴിച്ച് നടക്കല് നന്നല്ലാത്തത് നന്നോർത്ത് നടക്കല് നന്നല്ല.